ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പടവലങ്ങ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് പടവലങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള, പിന്നെ ഒരു തക്കാളി, പച്ചമുളകും വേപ്പിലയും, കുറച്ച് 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പടവലങ്ങൾക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു 10 മിനിറ്റ് നേരം അടച്ച് വെക്കാം. നമ്മൾ മസാല ഒക്കെ ഇതുമൊന്നും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ച് വെക്കണത്. എന്നിട്ട് നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പടവലങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മസാല ഒക്കെ വരട്ടി വെച്ചേക്കുന്ന ആ പടവലങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഭയങ്കര ഹൈ ഫ്ലെയിമിൽ ഇടരുത്. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ ആക്കാം. പിന്നെ ഇത് വെജാണ്. നോൺ വെജിൻ്റെ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവും, എന്നാലും നോൺ വെജിൻ്റെ അത്ര എത്തൂല. ഇത് വെജാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് പടവലങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇനി സവാള വഴറ്റിയെടുക്കണം. ഞാൻ ഈ വെളിച്ചെണ്ണ തന്നെയാണ്, ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ തന്നെയാണ് സവാള വഴറ്റാൻ എടുത്തത്. വേറെ പ്രത്യേകിച്ച് വെളിച്ചെണ്ണ ഒന്നും എടുത്തില്ല. അപ്പോൾ സവാള ഒന്ന് ഇട്ടിട്ട് ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന പടവലങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു സൈഡ് ഡിഷൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോൺ വെജിൻ്റെ അത്ര അങ്ങോട്ട് എത്തൂല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.